നാടൻ പയറുണ്ടല്ലേ, പച്ച കളറുണ്ട്, പിന്നെ ഒരു വയലറ്റും ഉണ്ട്, ബ്രൗൺ കളറ്. അപ്പം ഉണ്ടാ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് മാർച്ച് 4 സൂര്യൻ്റെ ചൂടാണെങ്കിൽ അതികഠിനം. അടിയിലാണ് ഇഷ്ടം പോലെ വെള്ളമുള്ള കാരണം പയറ് ചെടിക്ക് സന്തോഷം, ഇഷ്ടം പോലെ പയറുണ്ടായി കാരണം. അപ്പോൾ സബിത പറയണേ, വാരി അടിക്കാണ്ടേ ഈ പയറ് പൊട്ടിച്ചിട്ട് എവിടെ ഇടുക? എടി സബിത, വല്ലഭന് പുല്ലുമായതെന്ന് ചേട്ടണ്ടാ കണ്ട. ഈ പാളയങ്ങട് മുറിക്കാൻ നമ്മളൊരു പാത്രം ഉണ്ടാക്കി കണ്ടില്ലേ? അതൊക്കെ പണ്ട് കാലത്തൊക്കെ നമ്മളുടെ അമ്പലങ്ങളിലൊക്കെ ശരവണ പായസം അരവണ പായസം അതുപോലെ പായസം കൊടുക്കുമ്പോൾ ഉണ്ടോ ചെറിയൊരു പാളയുടെ ചതുരം പെട്ടിയായിരിക്കും, അതിലാണ് കൊടുക്കുക. അല്ലാണ്ട് ഇതുപോലത്തെ പാത്രത്തിലൊന്നല്ല. ഇതൊക്കെ ഞാൻ പണ്ട് കണ്ടിട്ടുള്ളതാണ് കണ്ട. അപ്പം ഇത് കണ്ടില്ലേ, പണ്ടൊക്കെ കൃഷിക്കാരൊക്കെ ഇതുപോലെ അങ്ങോട്ട് പാള ഇങ്ങോട്ട് 2 അറ്റം 4 സൈഡിലും തുന്നും, എന്നിട്ട് ഒരു പാത്രം ആക്കണം, ഒരു പ്ലേറ്റ്. അപ്പം ഇന്നൊക്കെ നിങ്ങൾ പേപ്പർ പ്ലേറ്റിന് പകരം പാള പ്ലേറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇതൊക്കെ പണ്ട് കാലത്ത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം അന്ന് ഇതുപോലെ മെഷീനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് പ്രസ് ചെയ്യല്ല, ഇതുപോലെ കണ്ട കോട്ടാന്ന് പറയും. അതായത് ഈ സൈഡ് അങ്ങോട്ട് ബെൻഡ് ചെയ്യുക, എന്നിട്ട് അങ്ങോട്ട് കൂട്ടി തുന്നുക, കഴിഞ്ഞു പണി. അപ്പോൾ സബിത വലിയ ഭംഗിയൊന്നും വേണ്ട, പെട്ടെന്ന് ആക്കിക്കുക. എനിക്കിതൊക്കെ പയർ പൊടിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നുറുക്കി കറി വെച്ച് തരേണ്ടതാണ്. അതൊക്കെ ശരിയാക്കിയാലേ. അപ്പം നീ ഒന്നും മിണ്ടാണ്ടിക്ക്. അപ്പം ഇതൊക്കെ ആൾക്കാർ കാണട്ടടി ഒന്ന് കണ്ടോ. അപ്പോൾ ഈ പുതിയ ജനറേഷൻ, ന്യൂ ജനറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്, അല്ലാണ്ട് ചേട്ടന് വേണ്ടിയിട്ടല്ല. ചേട്ടന്മാർ അപ്പോൾ പേടിക്കണ്ട കണ്ടോ. അപ്പോൾ ഒരു വടി കൊണ്ട് കുത്തു കൊടുത്തു, നമ്മുടെ ഈ പാളയുടെ തന്നെ വള്ളി എടുത്തിട്ട് അത് കണ്ട് തുന്നി കെട്ടി, പ്രശ്നം കഴിഞ്ഞു കണ്ടോ. അപ്പോൾ ഇതിനൊക്കെ ഒരു 2 മിനിറ്റ് മതി. ഇതിപ്പോൾ വീട്ടിൽ പോയിട്ട് വരണമെങ്കിൽ 10 മിനിറ്റ് വേണം. അതിൽ നല്ല 2 മിനിറ്റിൽ നമ്മളുടെ ഈ പണി കഴിച്ചു കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പയറുകൾ കണ്ടോ, നല്ല മൂത്ത് നിൽക്കണം. അപ്പോൾ ഇതാണ് മണിപ്പയർ. ഇനി ഒടിയൻ പയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൂക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെൻഡർ കോക്കനട്ട് കരിക്കില്ലേ, അതുപോലെ തന്നെ ചെറിയ ഊർന്നു വന്ന പയർ. അപ്പോൾ ഇത് മണിപ്പയർ എന്ന് വെച്ചാൽ മണി കൊടുത്തിട്ട് പണം കൊടുത്തിട്ട് മേടിക്കുന്ന പയറല്ല. മണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീഡ് കണ്ടില്ലേ. അപ്പോൾ അതാണ് മണിപ്പയർ. അപ്പോൾ നല്ല രുചിയാണ് മണിപ്പയർ. അപ്പോൾ മണിപ്പയറൊക്കെ വറുത്ത് തിന്നതിൻ്റെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എനിക്കൊക്കെ 1 2 പഠിക്കാനുണ്ടാവുന്നോ. അമ്മപ്രാവ് കുട്ടികളോട് പറയും, ഇതാണ് കണ്ടോ ഇതിൻ്റെ പൂവ് കണ്ടോ, ഇതാണ് വാർന്ന് വീഴാന്ന് പറയും. അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതിനാണ് വാർന്ന് വീഴ. കുറച്ചും കൂടി ദിവസം കഴിയുകയാണെങ്കിൽ ഇത് ഒടിപ്പയറാവും, പിന്നെ മണി വരും. അപ്പോൾ മണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്യാഷല്ല, ഇതിൻ്റെ ഉള്ളിലത്തെ സീഡ്. അപ്പോൾ സബിത അപ്പുറത്തുണ്ടായിരുന്നു, അവളാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇനി ഇതാണ്ട, ഇതൊരു പിടി ഒരു ബണ്ടിലായിട്ടുണ്ട്. ഇത്രയും പയറിന് 80 രൂപയാണ് മാർക്കറ്റ് വില, 80 രൂപ. അപ്പം ഇതൊരു 4-5 പിടിയൊക്കെ കിട്ടുകയാണെങ്കിലേ കാശുണ്ട്. പക്ഷേ വെറുതെ കിട്ടില്ല, നമ്മൾ ബുദ്ധിമുട്ടണം. അപ്പം ഇതൊരു 5-6 പയറിൻ്റെ മണി എവിടെയല്ലേ, ഒരു 6 അടി മണ്ണ് നമുക്ക് സ്വന്തം ഉണ്ടല്ലോ. 6 അടി മണ്ണ് എല്ലാവർക്കും, കുറേ ആൾക്കാർക്ക് മരിച്ചിട്ട് കിട്ടുള്ളൂ. അല്ലാത്തവർ 6 അടി മണ്ണുണ്ടെങ്കിൽ, അത്രയും സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പയർ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടാവശ്യത്തിന് ഇഷ്ടം പോലെ പയർ കിട്ടും. അപ്പോൾ ഈ വേനൽക്കാലത്ത് ഇതിൻ്റെ പയറുമണി ആവശ്യമുള്ളവർക്ക് ഒരു 10 മണി ഞാൻ ഫ്രീ തരാം. 10ലും കൂടുതൽ ഒരാൾക്കില്ല, അത് ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഇതുണ്ടോ, ഇതൊക്കെ പൊട്ടിച്ചിട്ട് സബിതയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി പയറ് കറി. അപ്പം നമ്മളിതുപോലെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ മെച്ചം, നമുക്ക് ഈ വിഷം തീണ്ടാത്തതും വിഷം അടിച്ചാക്കാത്ത അടിപൊളി സാധനം നിസ്സാര പൈസക്ക് കിട്ടും. നമുക്ക് ശരീരത്തിന് നല്ലത്, ഒരു വ്യായാമം, എക്സസൈസ്. പണം കൊടുത്തിട്ട് ആ ജിമ്മിനും അല്ലെങ്കിൽ വഴി കൂടെ കിടന്ന് നടന്നിട്ട് വണ്ടി ഇടിക്കാൻ നടക്കണ്ട കണ്ടോ. ഇത് ഉണക്കപ്പയറാണ്. അപ്പോൾ ഇവിടെ തന്നെ നിന്ന് ഉണങ്ങിയതാണ്. നമ്മളിനി അകത്ത് കൊണ്ടായിട്ട് അവിടെ വെച്ചാൽ മതി. മഴയ്ക്ക് മുമ്പോ ഇപ്പോൾ ഇതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ കൃഷി ചെയ്യാം. അപ്പോൾ സബിത ഇവിടെ ഉണ്ട്, ഇതേ നിൽക്കണം കണ്ടില്ലേ. അപ്പോൾ ആവശ്യത്തിനുള്ള പയറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ സബിത ഈ
പട്ടണത്തിൽ ജനിച്ചു വളർന്ന തന്നെ അവൾക്ക് ഈ കൃഷികളും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് വേണമെങ്കിൽ പിന്നാലെ ഇങ്ങോട്ട് പോരും. അപ്പോൾ പയറ് ശരിക്ക് പൊളിച്ച് നന്നാക്കാനായിട്ട് അവൾക്ക് അറിയില്ല. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. സംഗതി ഇവിടെ പയറൊക്കെ നന്നാക്കി ആള് ഇഷ്ടംപോലെ കറികൾ വെച്ച് തരും വർഷങ്ങളായിട്ട്. അപ്പോൾ പയറിൻ്റെ അറ്റം, അതിൻ്റെ വാല് ഈ തത്തമ്മ ചുണ്ട് പോലെ അല്പം ഇങ്ങനെ വളഞ്ഞു വെക്കും. അവിടെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങോട്ട് ഒടിക്കുക, എന്നിട്ട് പതുക്കെ അങ്ങോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ മുടിനാര് പോലെ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ സ്വല്പം കൂടെ വരും. അതിന് ശേഷം പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. കണ്ടില്ലേ? അപ്പോൾ ഇഷ്ടം പോലെ പയറാണ് പാളയിൽ. അപ്പോൾ നമ്മളുടെ പൈനാപ്പിളല്ല, മറ്റേ ഇതാണ് നമ്മളുടെ ബംബിളൂസ് നാരങ്ങ. പിന്നെ ചിക്കു ഉണ്ട്, സപ്പോട്ട, അതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സബിത അങ്ങനെ ഇതൊക്കെ ഒന്ന് നന്നാക്കി തായോ, അല്ലാണ്ട് അവിടെ നിന്നിട്ട് വീഡിയോയും പിടിച്ച് നിന്നിട്ട് കാര്യമില്ല, കറി വെച്ച് തരണ്ടേന്നാണ് പറയുന്നത്. കണ്ടോ? അപ്പോൾ അങ്ങനെ പറയുന്നുള്ളൂ. ഞാൻ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ പറയും വേറെ വല്ല പണി ചെയ്തേ, ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, അടുക്കളപ്പണി ഈ പണികളൊക്കെ എനിക്കറിയാം. പോയിട്ട് ആ പറമ്പിൽ പോയിട്ട് വെള്ളം നനയ്ക്കുക, അല്ലെങ്കിൽ ആ ചെടികളുടെ ഉള്ളിൽ കൂടെ കിടന്ന് വായോ. ആ യൂട്യൂബിലൊക്കെ ആൾക്കാർ പറഞ്ഞിട്ട് ചെടികളുടെ ഉള്ളിൽ കൂടെ അവരെ സ്നേഹിച്ച് നടക്കണം. അപ്പോൾ അതുപോലെ ചെയ്താലാണ് പയറൊക്കെ മര്യാദയ്ക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചിക്കു, ചക്ക, മാങ്ങ അതൊക്കെ ഉണ്ടാവണം. ആ പറമ്പിലൊക്കെ പോയി വരാൻ പറഞ്ഞിട്ട് എന്നെ ഓടിക്കും. അപ്പോൾ അവൾ കണ്ടില്ലേ, നമ്മുടെ ഫ്രൈ പാൻ ചീനച്ചട്ടി, അതിൽ വന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം വെളുത്തുള്ളി ഇടിച്ചെടുക്കണം. നമ്മുടെ ഇടിമന്തല്ല, മറ്റേ ഒരൽ പോലെയുള്ള ചെറിയ സാധനം. അപ്പോൾ ഇടിമന്ത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇടിമന്ത് എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മളുടെ വീടിൻ്റെ മുറ്റം അവിടെയൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു വടിയുടെ അറ്റത്ത് വലിയൊരു ഇരുമ്പിൻ്റെ കട്ടയുണ്ടാവും. അത് ഇങ്ങനെ കുത്തും. അതിനാണ് ഇടിമന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മരം നമ്മളുടെ വെളുത്തുള്ളി ഇട്ടു, കണ്ടില്ലേ? നമ്മളുടെ ഫ്രൈ പാനിൽ വെളുത്തുള്ളി ഇട്ടു. അതിനുശേഷം ഒന്ന് ഇളക്കുക. ഇനി ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇടാം. എന്നിട്ട് നമ്മളുടെ പയറ് ഫസ്റ്റിൽ തന്നെ നമ്മൾ വേണമെങ്കിൽ കഴുകും, അല്ലെങ്കിൽ ഒടിച്ചെടുത്തതിന് ശേഷം കഴുകാം. ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഒടിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ കഴുകി വെച്ചിട്ടുണ്ട് അവിടെ. കണ്ടില്ലേ? നമ്മളുടെ വെളുത്തുള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇട്ടു, കുത്തുമുളക്, മുളക് പൊടിയല്ല കുത്തുമുളകാണ് ഇട്ടത്. എന്നിട്ടാണ് ഈ പയറുമണി, കഴുകിയ പയറുമണി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കില്ല, ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കില്ല. കണ്ടോ? ഇതൊന്നും ഒഴിക്കുക. കണ്ടോ? ആ വെള്ളത്തിൽ കിടന്ന പയറുമണീനെ അങ്ങോട്ട് എടുത്തിട്ടു. കണ്ടില്ലേ? വെള്ളം ഒഴിക്കില്ല. അപ്പോൾ ഇതിൽ നിന്ന് പതുക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ആ സ്റ്റീമിലാണ് ഈ പയറിനെ വേവിക്കുക. അപ്പോഴാണ് ഇതിൻ്റെ രുചി ഇങ്ങോട്ട് വരും. അല്ലാണ്ട് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ചില ആൾക്കാരൊക്കെ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടാണ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം ഇന്ന് അടിപൊളി പയർ ഉപ്പേരിയാണ്. നിങ്ങളൊക്കെ കണ്ട് കൊതിക്കണ്ട. അപ്പോൾ നിങ്ങളൊരു 6 അടി മണ്ണ് ഇപ്പം തന്നെ സ്വന്തം ഉണ്ടെങ്കിലേ അതിലങ്ങോട്ട് കൃഷി ചെയ്യാം. അല്ലെങ്കിൽ ഇനി മണ്ണില്ലാത്തവന് ടെറസിൻ്റെ മുകളിൽ 2 ബക്കറ്റ് കൊണ്ടുപോയി വയ്ക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉറകളിൽ ഇട്ട് വയ്ക്കുക, കൃഷി ചെയ്യുക. ഉണ്ടല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടതിന് നന്ദി. ഇനി നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയുക ലൂക്ക ആലപ്പാട്ടിൻ്റെ വീഡിയോ